Madhuram Payasarani, powered by Muthoot Finance, Ramraj Dhotis, Shirts and Vest, in association with Swayamvara Silks, Indira Dairy and Hantex. അപ്പോൾ നമ്മളുടെ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് പായസറാണി മത്സരത്തിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം ഈ ഓണക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിദ്ധ നടൻ, സിനിമാ നടൻ ശ്രീ കൃഷ്ണയുമുണ്ട്. എല്ലാ ദിവസവും കൃഷ്ണ നമ്മളോടൊപ്പം തന്നെയുണ്ട്. എങ്കിലും ഫോർമാലിറ്റീസ് കൃഷ്ണയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. 6th ഡേ ആണിത്. 6th ഗ്രൂപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ഡൗട്ട് ചേച്ചി, പാലട ഗോതമ്പ് പായസം, ശർക്കര പായസം, അടപ്രഥമൻ, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലോറിൽ വന്നിട്ടാണ് ഇത്രയും വ്യത്യസ്തമായ പായസങ്ങൾ. ഒരു ഭയങ്കര ചേഞ്ച്. അതൊരു കോമ്പറ്റീഷൻ അല്ലേ, അവരൊട്ടും കുറയ്ക്കാൻ പാടില്ലല്ലോ. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ എന്താ പറയുക, അവരുടെ എല്ലാ കഴിവുകളും ഈ ഒരു വേദിയിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ആകാംക്ഷാഭരിതരായി നിൽക്കുന്നു. വിളിച്ചാലോ? ഓക്കെ, പ്ലീസ്. ഇനി നിങ്ങൾ കുക്ക് ചെയ്യാൻ ഇങ്ങനെ ആകാംക്ഷഭരിതരായി നിൽക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നും റൂൾസ് അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് 3 പേരെ ആയിരിക്കും ഞങ്ങൾ അടുത്ത സെമിഫൈനൽസ്. അതിൽ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ്. ഇതൊരു ലക്കിൻ്റെ ഒരു ഫാക്ടറും കൂടി അതിനകത്ത് ഉണ്ടാകും. എന്ന് പറഞ്ഞിട്ട് ആരും മോശക്കാരാണെന്നല്ല, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ്. ബട്ട് വിൽ ബി സെലക്ടിങ് 3 people, അത്രേ ഉള്ളൂ. അപ്പോൾ സെലക്റ്റഡ് ആയാലും അല്ലെങ്കിലും വളരെ സ്പോർട്ടീവായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. തുടങ്ങാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് എല്ലാവരും ഒന്ന് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ വരാം. മെർലിൻ, ഹായ്, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മെർലിൻ ഫ്രം പാല അല്ലേ? യെസ്. എനിക്കിവിടെ പാലയിൽ നിന്ന് ഒരാളും കൂടി ഉണ്ടോ തോന്നുന്നു, ആ സൈഡിൽ നിന്ന്. ഓക്കെ, ഇന്ന് എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? കളിയടയ്ക്ക മിക്സ്ഡ് ഫ്രൂട്ട് പായസം. കളിയടയ്ക്ക മിക്സ്ഡ് ഫ്രൂട്ട്. ഏകദേശം ഡേറ്റ്സ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. അല്ല, ആപ്പിൾ അല്ലല്ലോ, പഴമാണ്. മാമ്പഴമുണ്ട് അല്ലേ? മാമ്പഴം, ഏത്തപ്പഴം. പിന്നെ ഇതിന്റെ കൂടെ ചെറുപരിപ്പും ചൗവരി. കളിയടയ്ക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കളിയടയ്ക്ക സാധാരണ കളിയടയ്ക്ക വറുത്തല്ലേ നമ്മൾ കഴിക്കുന്നത്? കളിയടയ്ക്ക വറക്കണം. ഇനി വറുത്തിട്ട് ഇതിൽ ചേർക്കും. ശർക്കര തന്നെയാണ്. സ്ഥിരമായി കോമ്പറ്റീഷന് പോകുന്ന ആളാണോ? എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് കൂടാണ്ട് എന്താ പറയാ, വീട്ടിൽ ഹോം ഷെഫ് അങ്ങനെ പിന്നെ കേറ്ററിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതില്ല. കോമ്പറ്റീഷൻസിന് പങ്കെടുക്കാം. പ്രൊഫഷണലി ടീച്ചറാണ്. ഓക്കെ, ടീച്ചർ ബൈ പ്രൊഫഷൻ. എവിടെ, സ്കൂളാണോ? ഞാൻ സ്കൂളിലാണ്. എന്താ സബ്ജക്ട്? സോഷ്യൽ സ്റ്റഡീസ്, ഹിസ്റ്ററി. ഇതപ്പോൾ ഒരു പാഷനാണ്. ഹിസ്റ്ററി എൻ്റെ സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു സന്തോഷം. അപ്പോൾ എന്തായാലും തയ്യാറെടുപ്പൊക്കെ ഓക്കെയാണ്, ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു മാം. പഞ്ചാമൃത പായസം അല്ലേ? അടുത്തൊരു സ്മാർട്ട് ലേഡിയുടെ അടുത്ത് ഞാൻ എത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ഐഷ നസീറ. കണ്ണൂരിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ണൂരുകാരൊക്കെ വലിയ പാചകക്കാരാണ്. കണ്ണൂർ, തലശ്ശേരി, മലപ്പുറം. കണ്ണൂർ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പാണ്. നല്ല സമയം. തളിപ്പറമ്പല്ലേ മറ്റേ ക്ഷേത്രം? നമ്മളെ വീടിന്റെ അടുത്താണ് അല്ലേ? ഓക്കെ, കൊള്ളാലോ. അപ്പൊ എന്താണ് പ്ലാൻ? പഞ്ചാമൃത പായസം. അതും അത് കറ്റാർ വാഴ. ഓക്കെ, രാവിലെ കിട്ടിയല്ലോ അല്ലേ കറ്റാർ വാഴ? ജാഗ്രയില് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ എടുത്തിട്ട് വെള്ളത്തിൽ കുറച്ച് ഇതെല്ലാം കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ കൃഷ്ണയും കൂടെ ജോയിൻ ചെയ്യുന്നു.
ഏത് പായസം ഉണ്ടാക്കുന്നത്? പഞ്ചാമൃത പായസം. പഞ്ചാമൃതം. ചേച്ചി ഇതിനെവിടെയോ ഇതിനു മുമ്പ് എവിടെയോ ഒരു പഞ്ചാമൃതം ഉണ്ട്. അല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് പഞ്ചാമൃതം എന്ന് പറഞ്ഞിട്ട്. ആണോ? ഇതൊരു സ്പെഷ്യൽ പഞ്ചാമൃതം. അലോവേര എല്ലാം ചേർത്തിട്ട്, നെല്ലിക്ക അലോവേര എല്ലാം. സാധാരണ പഞ്ചാമൃതത്തിൽ അലോവേര ഇല്ലല്ലോ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ്. ഷീ മേക്സ് എ ഡിഫറെന്റ് പഞ്ചാമൃതം. എക്സ്പെരിമെന്റൽ അല്ലേ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ ഇവിടത്തേക്ക് വേണ്ടിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോമ്പറ്റീഷൻ കടുക്കുന്നു അല്ലേ നമ്മളുടെ പഞ്ചവടി പഞ്ചാമൃതം. തണ്ണീർ രസപ്പായസം. പേരിന് എന്ത് രസമാണ്, വലിയ വ്യത്യസ്തമായ പേരുകളും. ഓക്കെ, ആൻഡ് ഫ്രം? ഞാൻ ട്രിവാൻഡ്രത്തിരുന്ന്. നമ്മുടെ തിരുവനന്തപുരം കൈമനം എന്നുള്ള സ്ഥലത്ത്. പേര് പറയാം? മനോമണി. മനോമണി. ഓക്കെ, ഇപ്പോൾ ഓർക്കുന്നു. മനോമണി, തിരുവനന്തപുരം, കൈമനം. എന്താ പായസം പ്ലാൻ ചെയ്തേക്കുന്നത്? ഇതിന്റെ ബേസ് എന്താണ് ശരിക്കും? അതെ, തേനയും അത്തിപ്പഴവും കൊണ്ട് ശർക്കര പഞ്ചസാരയൊന്നും ഉപയോഗിക്കാതെ. അപ്പം മധുരം എന്ന് പറഞ്ഞാൽ ശർക്കരയില്ല, പഞ്ചസാരയില്ല, അതിന് പകരമാണ് നന്നാരിയും അത്തിപ്പഴം. നന്നാരി, അത്തിപ്പഴം. നന്നാരി വേറെ ഫ്ലേവർ ആയിരിക്കും. അതെ, കുറച്ച് ഡ്രൈ നട്ട്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അത് ലാസ്റ്റ്. അതെ അതെ, പംകിൻ സീഡ്സ്, മറ്റേ സൂര്യ. സൺഫ്ലവർ. അതെ അതെ, അത് പിന്നെ ഇതെല്ലാം പിസ്ത അവസാന അവസാന ഗാർണിഷിങ്. ജോലിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഇതും? ഇല്ല, ഹോം മേക്കർ. ഹോം മേക്കറാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ നടക്കട്ടെ. താങ്ക് യു. ചേച്ചി പായസത്തിന്റെ ട്രെൻഡ് തന്നെ അങ്ങ് മാറിയിരിക്കുകയാണ്. യെസ്, ഈ സൈഡിലെ ആളുകളെ കാണുന്നത് എത്ര വർഷമായി നമ്മൾ കാണുന്നത് അല്ലേ? എത്ര കോമ്പറ്റീഷൻ, സോ മെനി കോമ്പറ്റീഷൻസ്. മാഡം, Yeah. God's grace എന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. ഭയങ്കര passionate ആണ് കുക്കിങ്ങിന്. എത്ര നാളായി? ഇല്ല, ഞാൻ മിക്ക വനിതകളൊക്കെ പോകുമ്പോൾ എല്ലാം ഷീസ് ദയർ. ജാസ്മിൻ ഫ്രം കോഴിക്കോട്. ജാസ്മിനെ ഒരുപാട് പേർക്ക് അറിയാം. കറക്റ്റ്. കുറേയൊക്കെ മിൻചാറും ഉണ്ട് അല്ലേ ഇടയ്ക്ക്? അതെ അതെ അതെ. ഇന്നിപ്പോൾ എന്താ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്? ഹോസ് പവർ പായസം. ഹൗസ് പവർ. മുതിര വെച്ചിട്ടുള്ള. ഓക്കെ, കുതിർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മുളപ്പിച്ചിട്ട്. അത് വേവിച്ചു, അല്ലാണ്ട് ടൈം കിട്ടൂലല്ലോ അത്രയും സമയം. മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട്. മുതിര പായസം. മുതിര, മഷ്റൂം, സ്വീറ്റ് പൊട്ടാറ്റോ. വെറൈറ്റി. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. യെസ്, അങ്ങനെയൊക്കെ ആവുമ്പോഴല്ലേ എന്തെങ്കിലും. പിന്നെ തീർച്ചയായിട്ടും നമ്മളിങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കിയില്ല, ആ ഒരു പേടിയുണ്ട്. കാരണം ഇന്നലെ ഇത് ഫസ്റ്റ് ട്രയൽ ആണോ? യെസ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ആൾക്കാരാണ്. കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇവിടെ കപ്പപ്പഴമൊക്കെ കാണുന്നത് അത് അലങ്കാരം മാത്രമായിരിക്കും അല്ലേ? അല്ല, ഇതാണ്. ഇതന്നെ അവക്കാഡോ, കോളിഫ്ലവർ. എൻ്റെ പേര് നീലാമൃതം. നീലാമൃതം. അവക്കാഡോന്റെ കളർ വെച്ചിട്ട്. അവക്കാഡോയുടെ ഈ വെളിയിലെ കളർ വെച്ചിട്ടാണ്. വെളിയിലെ കളർ, അകത്തൊരു ഗ്രീൻ ആണ്. എന്താ കോളിഫ്ലവർ എടുക്കാൻ കാരണം? അതിലൂടെ ഞാനൊരു അതാരും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ പുതിയൊരു സാധനം ഞാൻ ചെയ്തു. വെജിറ്റബിൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ആശാളി സീഡ്സ്, ആശാളി അത് യൂസ് ചെയ്യുന്നുണ്ട്. അത്ര. അപ്പോൾ ഷെഹ്റ ഫ്രം ആലപ്പുഴ ആണ് ഇത്രയും പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നത്. അവക്കാഡോ ഫ്രഷ് ആയിട്ട് ചേർത്തിട്ട് ചെയ്യാന്ന്. നല്ല അവക്കാഡോ കിട്ടിയല്ലേ? മറ്റേ വഴറ്റുന്നൊന്നുമില്ല, എല്ലാം ഡയറക്റ്റ്. നീലാമൃതം. ഇതന്നെ. ഇതൊരു പായസം മാത്രമല്ല, ആത്മാവിനും ശരീരത്തിനും പോഷകമായ ഒരു അനുഭവം കൂടിയാണ് നീലാമൃതം. ക്യാപ്ഷൻ വരെ ഇട്ടിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്ന് മധുരത്തിന് ഷുഗറാണ് അല്ലേ? കരിക്ക് വരെ ഉണ്ട്. നീലാമൃതം. അപ്പോൾ നീ കുഴപ്പമില്ല. ഇത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട്. ഓക്കെ, കോളിഫ്ലവർ ആണെന്ന് മനസ്സിലാവില്ല അല്ലേ? കാരമലൈസ് ചെയ്തിട്ട്. ഓക്കെ, സന്തോഷം. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമുക്ക് സ്മോൾ അണിയൻ ചെറുള്ളി വെച്ചിട്ട് പായസം ഉണ്ടാക്കിയിരുന്നു. കറക്റ്റ്. അതുപോലെ അതും ആരും പ്രതീക്ഷിക്കുന്നതല്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഹിറ ചാവക്കാട്. അപ്പോൾ എല്ലാ റെപ്രസെന്റേഷനും ഉണ്ട് കേട്ടോ നമുക്ക്, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം. വളരെ സന്തോഷമാണ്. ആദ്യമായിട്ട് കണ്ടത്. ആദ്യമായിട്ടാണോ? ഫാനാണോ? അതെ, സന്തോഷമായി. മാഡത്തിനെ പിന്നെ എപ്പോഴും കാണാറുണ്ട്, മത്സരങ്ങൾക്ക് പോകുമ്പോൾ. എന്നെ കാണാറില്ല, ചേച്ചിയെ കാണുന്നു. സിനിമ കാണാൻ പോലെ കൃഷ്ണ കാണും. ഞാൻ പിന്നെ സിനിമയിലല്ലോ, കൃഷ്ണ മൂവീസ്. ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണോ? 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ. ചേച്ചി ചക്കക്കുരുടെ സീസൺ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ, ഇന്നിപ്പോ 2-3 സ്വീറ്റ് പൊട്ടറ്റോ കേട്ടു അല്ലേ? അതെ. യെസ്, കറക്റ്റ്. സ്വീറ്റ് പൊട്ടറ്റോ, കോക്കനട്ട് സ്പ്രെഡ്. അതും കൂടെ ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ കോക്കനട്ട് സ്പ്രൗട്ട് പായസം. എന്ത് സ്പ്രൗട്ടാണ്?
ഓ, തേങ്ങയുടെ പൊങ്ങ്, coconut. പൊങ്ങ്, ആ, അതെ, അല്ലേ? അതെ, തേങ്ങയുടെ മറ്റേ കോക്കനട്ട് സ്പ്രൗട്ട് എന്ന് പറയുമ്പോൾ തേങ്ങ മറ്റേ മുളച്ച് വരുന്ന. ആയിക്കോട്ടെ. കൂമ്പായിട്ട് വരുന്നത് അല്ലേ, മുളച്ച് വരുന്നത്. അതിന്റെ സ്പ്രൗട്ടോ ഇന്നലെ പറയുന്ന കേട്ടോ, സ്പ്രൗട്ട് പായസം ആരോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതിൽ ഇപ്പൊ അത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നു. വെറുതെ എന്ത് ടേസ്റ്റാണ് സ്പ്രൗട്ട്. പിന്നെ പനം കൽക്കണ്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഓക്കെ, ശർക്കര അല്ല, ശർക്കര കുറച്ച് കുറച്ചുണ്ട്. മിക്സ് ചെയ്തിട്ട്. ഓക്കെ, നോക്കാം. പിന്നെ പഴം, അത് പനങ്കൽക്കണ്ട പൊടിച്ച് വെച്ചതാ ഞാൻ. ഓക്കെ, പഴം ഉണ്ടാവും. ആ പഴം ചെറിയൊരു ടേസ്റ്റ്. യെസ്, ലെറ്റ്സ് സീ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ പേര് മെർലിൻ. ഞാൻ വരുന്നത് പാലായിൽ നിന്നാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഗുഡ് മോർണിംഗ്. പാലക്കാരിയാണ് മെർലിൻ. മെർലിൻ. മെർലിൻ ഫ്രം പാല. സാധാരണ പായസമൊക്കെ നിങ്ങളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണോ, അതോ നോൺ വെജ് ഒക്കെ അല്ലേ കൂടുതൽ പാലായിലൊക്കെ? നോൺ വെജും പായസവും അല്ല, നമ്മുടെ വീട്ടിൽ ഞാൻ കിട്ടിക്കൊണ്ട് ചെന്നാ പാലായെ. ഓ, അത് ശരി. ഞാൻ ഫ്രം ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി. പുതുപ്പള്ളി. ഓക്കെ, അപ്പൊ പായസമൊക്കെ സ്ഥിരം കോമ്പറ്റീഷൻ പോണ ആളാണ് അല്ലേ? ഇതിപ്പോ കളിയടയ്ക്ക കുറച്ച് ഫ്രൂട്ട്സിൽ ഇച്ചിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഫ്രൂട്ട്സ് ഉണ്ട്, കളിയടയ്ക്ക ഉണ്ട്, കാരണം വറുത്ത് കഴിക്കുന്നത്. അപ്പൊ വറുക്കും എന്തായാലും കളിയടയ്ക്ക. പ്ലസ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പ്, ചൗവരിശാലം, ശർക്കര is there. ശർക്കരയും മറ്റേ എന്താ കരിപ്പട്ടിയും കൂടെ മിക്സ് ആയത്. അതിപ്പോ കുറെ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. പനം കൽക്കണ്ട്, കരിപ്പട്ടി, ശർക്കര മിക്സ് ചെയ്തിട്ട് മിക്സ് പൊടിച്ചെടുത്തതാണ്. അതൊരു പുതിയ ഒരു ട്രെൻഡ് ആണെന്ന് പറയാം. എന്തായാലും സന്തോഷം, വളരെ നമ്മള് കോളേജ് അസംഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ ആർട്സ് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്ത, ഞാൻ കോളേജ് യൂണിയൻ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കളിയടയ്ക്ക മിക്സ്ഡ് ഫ്രൂട്ട് പായസം. അത് കളിയടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിന് നമ്മൾ ഇല യൂസ് ചെയ്യുന്ന ഒരു ചിപ്സ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കളിയടയ്ക്ക, കിസ്മിസ്, കറുത്ത മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, പിന്നെ ഈന്തപ്പഴം നുറുക്കിയത്, ഏത്തപ്പഴം നുറുക്കിയത്, നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമായിരിക്കണം, പിന്നെ മാമ്പഴം നുറുക്കിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, ചെറുപയർ പരിപ്പും ചൗരിയും കൂടെ മിക്സ് ആക്കിയത്, ശർക്കരയും കരിപ്പട്ടിയും കൂടെ പൊടിച്ച് വെച്ച പൊടി, പിന്നെ നുറുക്കിയ കശുവണ്ടി, ഇച്ചിരി പഞ്ചസാര, മിൽക്ക് മെയ്ഡും ഒന്നാം പാലൂടെ മിക്സ് ചെയ്തത്, പിന്നെ നമ്മുടെ രണ്ടാം പാല് തേങ്ങയുടെ. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കാവേ. ആദ്യമായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ഈ എണ്ണയൊന്ന് ചൂടാകാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ഞാനിത് ഒഴിച്ചിരിക്കുന്നത്. കളിയടയ്ക്ക തയ്യാറാക്കിയത് തലേദിവസം നമ്മൾ വെച്ചിരിക്കുന്ന പുഴുക്കലരി, തലേദിവസം നമ്മൾ ഇത് കുതിർത്ത് വെക്കണം കുറച്ച് വെള്ളത്തിലിട്ടിട്ട്. ആ അരി പിറ്റേ ദിവസം ഒന്ന് ചെറുതായിട്ട് വെള്ളം തോർത്തിയെടുക്കുക. പിന്നെ തേങ്ങ ചിരകിയത്, കുറച്ച് പഞ്ചസാര, കുറച്ച് ജീരകം, ഒരു സ്വല്പം പൊടി, ഒരു നുള്ളുപ്പ്, നമ്മുടെ ഈ ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലൊന്ന് ഇതാക്കിയെടുക്കുക. ഇങ്ങനെ എന്നിട്ടത് തിളച്ച നമ്മുടെ എണ്ണയും നെയ്യും കൂടെ തിളച്ചതിലോട്ട് നമ്മളിട്ടത് ഫ്രൈ ആക്കി എടുക്കണേ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി കട്ടിയാകരുത് പായസത്തിനിടാനുള്ള കളിയടയ്ക്ക. അപ്പോൾ നമ്മുടെ പായസത്തിനുള്ള കളിയടയ്ക്ക തയ്യാറായിട്ടുണ്ട്. അന്നേരം ഞാൻ അടുത്തത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ കുക്കറിലോട്ടൊന്ന് വെക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് മൂന്നാം പാലില്ല വേവിക്കേണ്ടത്, പക്ഷേ ഞാനിവിടെ രണ്ടാം പാൽ എടുത്തുകൊണ്ടൊന്ന് ഇതാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് വെക്കുക, കുക്കർ അടയ്ക്കുക. നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ഈ കറുത്ത മുന്തിരിങ്ങയുണ്ട് ഇടുന്നത്, നുറുക്കിയ കുറേ കശുവണ്ടിയാണ്. നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് കിസ്മിസ്. ഇതുകൂടെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഞാനിത് ഫ്രൈ ആയത് മാറ്റി വെക്കുക. തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്ത് നമ്മളിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ ഫ്രൂട്ട്സ്, അരിഞ്ഞ മാമ്പഴം, പിന്നെ ഡേറ്റ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ്സും കൂടെ നമ്മളിടുക. നമ്മുടെ പഴങ്ങളെല്ലാം വെന്തുടഞ്ഞ് അതിൻ്റെ അത് ചേരുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ കിസ്മിസും നട്ട്സും നമുക്കിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊടുത്തേക്കാവേ, ശർക്കര. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കുറച്ച് ശർക്കര, ആ ചക്കര മിക്സില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് രണ്ടാം പാലൂടെ നമുക്കിത് ആഡ് ചെയ്യും. നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കളിയടയ്ക്ക കുറച്ച് നമ്മളിങ്ങനെ പൊട്ടിച്ച് അങ്ങ് കൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആവണം. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തിയുടെ പകുതിയും കൂടെ എടുത്ത് ഇതിലേക്ക് കൊടുക്കുക.
എന്നിട്ട് രണ്ടാം പാല് ഇട്ട് കൊടുക്കുക. കുറച്ച് തിളയ്ക്കുക ചെറുതായിട്ട്. പായസം ഒത്തിരി തിളച്ച് തൂവരുത്, ചെറുതായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് ലാസ്റ്റ് ഇത് ഓഫാക്കി, അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഒന്നാം പാലും മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഒഴിച്ചിരിക്കുന്നത് ഈ പായസത്തിലേക്ക്. ഹായ് ഹായ് മാം. യെസ്, ഞങ്ങൾ വീണ്ടും എത്തി. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടാവും അല്ലേ? കളിയോടക്ക ബാക്കിയുണ്ട്. കളിയോടക്ക പായസമാണ്. നൈസ്. ഇത് പായസത്തിൽ കടന്ന് കുതിരുമല്ലേ? കുറച്ച് കുതിരാൻ നമ്മൾ പായസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഫ്ലേവർ ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 1-2 കളികളൊക്കെ ഇട്ട് പായസം സ്ട്രോങ് ആക്കി വെക്കാം. അടിപൊളി. കഴിഞ്ഞു. ഇനിയിപ്പം ഒന്ന് ഗാർണിഷിങ്ങേ ഉള്ളൂ. നമ്മുടെ പായസം ആയിട്ടുണ്ട്. അത് ഞാൻ എടുത്തൊന്ന് മാറ്റി വെക്കുക അടുപ്പിൽ നിന്ന്. ഹായ്, എൻ്റെ പേര് ആയിഷ നസീറ. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാമൃത പായസമാണ്. അതിനു വേണ്ട ചേരുവകൾ: ഇത് പംകിൻ വേവിച്ച് വെച്ചത്, ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചത്, വെല്ലം ഉരുക്കി വെച്ചത്, അലോവേര ഇതിൽ ജാഗരിയിൽ സോക്ക് ചെയ്തത്, കാഷ്യൂ പേസ്റ്റ്, നെല്ലിക്ക, പശുവിൻ നെയ്യ്, റൈസിൻസ്, കാഷ്യൂ, സാൾട്ട്, ജിഞ്ചർ പൗഡർ, കരിഞ്ജീരകം, തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും. ഇനി നമുക്ക് ആദ്യം നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്പാരൻ്റായി കിടക്കും. അതാണ് ഇതിൻ്റെ നെല്ലിക്കാൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ നെല്ലിക്ക ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരു കടായി എടുത്ത് നമുക്ക് കാഷ്യൂ റൈസിൻസും വറുത്ത് കോരാം. ആദ്യം കാഷ്യൂ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് റൈസിൻസ് വറുത്ത് കോരാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നെല്ലിക്ക അതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം. രണ്ടാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ഈ രണ്ടാം പാൽ ഒന്ന് കുറുകി വരണം. ഇനി ഇതാ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ്, ഇപ്പോൾ ചെറുപയർ പരിപ്പ് നേരത്തെ ഇട്ടത് ആ കട്ടകളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലോട്ട് പംകിൻ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ പരിപ്പ് ഇതാ ഇവിടെ നല്ലോണം തളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പംകിൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കിലുള്ള. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മുഴുവനും തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടി രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഇത് ഞാൻ അലോവേര പിന്നെ വെല്ലത്തിൽ ശർക്കര പാനിയിൽ ഇട്ട് വെച്ചതാണ്. അലോവേര ആദ്യം അതിൻ്റെ ആ കറകളെല്ലാം കളഞ്ഞ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് മാറില്ല. നല്ലോണം വാഷ് ചെയ്ത് ശർക്കര പാനിയിൽ ഇട്ട് വെച്ചതാണ്. ഇത് ഈ സമയം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. അതെന്താ വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ലേശം ഉപ്പ്. നമ്മൾ പായസം എന്താ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഒന്നാം പാൽ ചേർക്കുന്നു. ഒന്നാം പാൽ ചേർത്താൽ പിന്നെ ഇത് തിളക്കാൻ പാടില്ല, അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. യെസ്, പഞ്ചാമൃതം എവിടെ വരെ എത്തി? ഏകദേശം തീരാറായി. അവിടെ നിന്ന് കളികളൊക്കെ കിട്ടി. ഇനി ഇവിടെ നിന്ന് കിട്ടും. അലോവേര ഫുള്ളിട്ടേ. അയ്യോ, അലോവേറ വേണ്ട. അലോവേറ ശർക്കര പാനിയിൽ ഇട്ട് വെച്ചിരിക്കും അല്ലേ? ആ ഫുള്ള് ഇട്ടുമല്ലോ. അത് ഫുള്ളിട്ട്. ഇവിടെ നിന്നും എടുക്കാനില്ല കേട്ടോ. ക്യാഷ് ഉണ്ട്. നടക്കട്ടെ. ഓക്കെ.
ഇനിയിപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമസ്കാരം, എൻ്റെ പേര് മനോമണി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കൈമനം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ്, തണ്ണീർ രസപ്പായസം. ഇത് വളരെ രുചികരവും വളരെ ലഘുവുമായിട്ടുള്ളൊരു പായസമാണ്. അതേസമയം ഉത്സവത്തിൻ്റെ റിച്ച്നെസ് തരുന്ന നല്ല മധുരമുള്ള ഒരു പായസമാണ്. ഇനി ഇതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 1/4 കപ്പത്തിന് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. ഒരു 10 അത്തിപ്പഴം, ഒരു 4-5 അത്തിപ്പഴത്തിൻ്റെ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ സിയാ സീഡ് പാലിൽ കുതിർത്ത് വെച്ചത്, 4 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ്, മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ്, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള നട്ട്സും, കുങ്കുമപ്പൂ, എഡിബിൾ റോസ് പെറ്റിൽസ്. ഇത് ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഒരു 3 കപ്പ് പാൽ കൂടി ഇതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ആദ്യം നട്ട്സൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ച് തെന കുതിർത്ത് വെച്ചിട്ടുണ്ട്. നട്ട്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെച്ച തേനയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാല് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച തിന കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തണ്ണീർ രസപ്പായസം ഇസ് ലാസ്റ്റ് സ്റ്റേജ്. ആ പേരെങ്ങനെ സെലക്ട് ചെയ്താൽ കാര്യം എന്താ? നന്നാരിയുടെ അതുകൊണ്ടല്ലേ? ഓക്കെ ഓക്കെ. നന്നാരി സിറപ്പാണ് വിത്ത് ഇത് ഷുഗറിന് പകരം യൂസ് ചെയ്യുന്നത്. വേരിന്ന് എടുക്കുന്ന നന്നാരി സിറപ്പ് ഇവിടെയാണ്. തണ്ണീർ രസ, അതുകൊണ്ടാണ് അങ്ങനെ. ബോഡിക്ക് ഭയങ്കര ചൂടാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഈ കുറിയ പാലിലേക്ക് കുതിർത്ത് വേവിച്ച് വെച്ച തെനയും ആഡ് ചെയ്തിട്ട് പിന്നെ സിയാ സീഡ് കുതിർത്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ് ആഡ് ചെയ്യുകയാണ്. മധുരത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പായസത്തിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പായസം ഏകദേശം കുറുകി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്തിപ്പഴം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പായസം കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഈ അത്തിപ്പഴം പേസ്റ്റ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പായസം ഹോഴ്സ് പവർ പായസമാണ്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മുതിര, മഷ്റൂം, പിന്നെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ. ആ 3നെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങളത് ശർക്കര, നെയ്യ്, അണ്ടി, മുതിര, കോക്കനട്ട് ഫ്ലേക്ക്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്ന അതൊന്ന് ചൂടായി വരുമ്പോൾ നട്ട്സ് ഇട്ട് മൂപ്പിക്കണം. പിന്നെ നല്ലോണം സോട്ട് ചെയ്ത്
ഇതിലേക്ക് ഞാൻ മഷ്റൂം ആഡ് ചെയ്യാമെന്ന്. ഇതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പം മുതിര പുതർത്തി വേവിച്ച് വെച്ചത് അതിനെ ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കും. ഇത് കളർ ചേഞ്ച് ആകുമ്പോൾ ഇതിനെ വാങ്ങി വെക്കണം. ആയിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ശരിയാകാനുണ്ട്. ഇത് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇട്ടിട്ട് കുതിർത്ത് വെച്ച മുതിര ഇതിലേക്ക് ഇടണം. ഇത് നല്ലോണം സോട്ട് ചെയ്യുക. എന്നിട്ട് ഈ മുതിര കുറച്ച് അതിൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പതക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുടി വെക്കാം. ഇനി അതൊന്ന് ആയോ നോക്കാം. ഒന്ന് നല്ലോണം സോട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൗഡേർഡ് ജാഗ്രി ഇടാം. നല്ലോണം സോട്ട് ചെയ്യാം. ഇതൊന്നും കൂടി അടച്ച് വെക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ഇടാം. നല്ലോണം സോട്ട് ചെയ്യാം. ഇതിൽ ആഡ് ചെയ്ത എല്ലാം ഇതിൽ പിടിക്കണ വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്നുകൂടി ഇത് വറ്റണ വരെ വേവിക്കാം. ഇതൊന്ന് വറ്റി വരുമ്പം അതിലേക്ക് ആദ്യം 1-ാം പാൽ ഒഴിക്കാം. അത് ശരിയാവുമ്പം ഏലക്കപ്പൊടിയും ഉപ്പുപൊടിയും ബോൾസും ഇട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട് 2-ാം പാൽ ഒഴിക്കാം. സെക്കൻഡ് പാലാണ് കേട്ടോ ഒഴിച്ചത്. അതിലേക്ക് നമ്മൾ കുറച്ച് കാർഡമൺ പൗഡർ, പിഞ്ച് ഓഫ് കാർഡമൺ പൗഡർ, ഇത് നമ്മൾ കുറച്ച് നേരത്തിന് അത് ഒന്ന് ഇത് വെള്ളം വറ്റാൻ വരെ, എന്നിട്ട് സെക്കൻഡ് പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി സോട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇടുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ജാഗ്രി ഇട്ടു. നല്ലോണം സോട്ട് ചെയ്യുക. ഇതൊന്നും ഇതിൽ മിക്സ് ആവാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ അതൊന്ന് വേവണം. ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് അതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്തതിന് ഫസ്റ്റ് പാൽ ഒഴിക്കാം. കുറച്ചായിട്ട് ഒഴിച്ച് നല്ലോണം സോട്ട് ചെയ്യുക. ഹോസ് പവർ പായസം. ഹോസ് പവർ ആണ് കേട്ടോ. മുദ്ര. യെസ്, മുദ്ര മുതിര. ലാസ്റ്റ് സ്റ്റേജിലെത്തിയല്ലോ. ലാസ്റ്റ് സ്റ്റേജ് എത്തി. ഇത് ഒന്ന് മറ്റെന്താ തേങ്ങയുടെ കേസ് ഓക്കെ അല്ലേ? പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇനി ആവില്ല തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, ഡ്രൈഡ് ഇങ്ങനെ നിൽക്കണ മാതിരി ആ ഒരു ഇത് കിട്ടും. മഷ്റൂം ഒക്കെ ചേർത്ത് കഴിഞ്ഞോ? ആ, സോട്ട് ചെയ്തിട്ടാ ചേർത്ത്. മഷ്റൂം മഷ്റൂമിന്റെ ഒരു യെസ്, മഷ്റൂം വേറെ തീം ഉണ്ടായിരുന്നു ഒരു പായസത്തിലെ. മഷ്റൂം ഇങ്ങനെ മഷ്റൂം ആഡ് ചെയ്തതുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ ഓക്കെ. അപ്പോൾ ക്യാരി ഓൺ, ഞങ്ങൾ വരാം കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ആ സ്വീറ്റ് പൊട്ടാറ്റോ ആഡ് ചെയ്യാനും നട്ട്സും ആഡ് ചെയ്താൽ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. സ്വീറ്റ് പൊട്ടാറ്റോ ബോൾസ് ആഡ് ചെയ്യുന്ന ലാസ്റ്റ്ലി. സഹറ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവക്കാഡോ വെച്ചിട്ടുള്ള പായസമാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവക്കാഡോ, കോളിഫ്ലവർ, കരിക്കൊക്കെയാണ്. അതിൻ്റെ പേര് ഞാൻ ഇട്ടേക്കുന്നത് നീലാമൃതം എന്നാണ്. നമുക്ക് നോക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്തിട്ടുണ്ട്. അതിലേക്ക് 3-ാം പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് കരിക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് എടുക്കാം. ഇത് നമ്മൾ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിലിട്ട് നന്നായിട്ട് അത് വെള്ളമൊക്കെ പറ്റിച്ച്, പിന്നെ നമ്മൾ ബദാമും ചേർത്തിട്ട് കാരമലൈസ് ചെയ്ത ഷുഗറിൽ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ ഈ പായസം ലാസ്റ്റ് ഗാർണിഷ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുപയർ പരിപ്പ് നമ്മൾ 3-ാം പാലിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു ഗ്ലാസ് കവർ പാൽ ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കരിക്കരിഞ്ഞത്
ചെറുപയർ പരിപ്പ് വേവിച്ചത് വെക്കാം. ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് വേവിക്കാം. 2 കഷ്ണം പനങ്കൽക്കണ്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി, പഞ്ചസാര. അതായത് നമ്മുടെ ചെറുപയർ പരിപ്പ് തന്നെ, അതായത് ഒരു ട്രഡീഷണൽ ടച്ചും കുറച്ച് ഇന്നോവേഷനും. കോളിഫ്ലവർ എങ്ങനെ ആയിക്കിട്ടി? ഗ്രേറ്റ് ചെയ്തിട്ട് നെയ്യിൽ വറ്റിച്ച് കാരമലൈസ്, അറിയാൻ പറ്റും അത് ആ ഫ്ലേവറുണ്ട്. അത് പോകാണ്ട് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളത് പനങ്കൽക്കണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കരിക്ക് പാല് ചേർക്കാം. കുറച്ച് മിൽക്ക് വേണ്ടി വെക്കാം. നമുക്ക് ആശാളി സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി, അവക്കാഡോ കട്ട് ചെയ്യാം. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാല് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് 1-ാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. മഷ്റൂം, ക്യാരറ്റ് അല്ലേ? മഷ്റൂം, ക്യാരറ്റ്, ഇതിപ്പോഴത്തേക്ക് കോളിഫ്ലവറും കൂടി ചേർന്നൊരു പായസം. ആൻഡ് അവക്കാഡോ നല്ല പഴുത്തായിരുന്നല്ലോ അല്ലേ? അവക്കാഡോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാൻ വരും. അവക്കാഡോ റോ ആയിട്ടാണ് ചേർക്കുന്നത്, ഫ്രൂട്ടായിട്ട്. അതെ, അവക്കാഡോ റോ ആയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു മധുരം ഉണ്ടാവില്ല. ഒട്ടും ഉണ്ടാവില്ല. മധുരം ഉണ്ടാവില്ല. ഒരെണ്ണം കഴിച്ചു നോക്കിയേ. കോളിഫ്ലവറിനെ വിളയിച്ച് വെച്ചിരിക്കുകയാണ്, പക്ഷെ അതിന് ആ കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. മധുരമുള്ള കോളിഫ്ലവർ ആശാളി ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് അറിയൂല കേട്ടോ. ചൂടോടെ ഒട്ടും അറിയില്ലായിരുന്നു. തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്ലേവർ കൂടി വരുന്നുണ്ട്. ചൂടോടെ കറക്റ്റ് അറിയില്ലായിരിക്കും എന്താണെന്നൊരു പറയാത്തവർക്ക് ഇത് പെട്ടെന്ന് അറിയില്ല. ഒരു എസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നോക്കാം. ഇനി നമുക്കിത് ഇറക്കിയിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇടാം. ഇതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. ഇനി അവക്കാഡോ ചേർക്കാം. നമ്മുടെ നീലാമൃതം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ പേര് താഹിറ ഷാജലി. ഞാൻ ചാവക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പായസം സ്വീറ്റ് പൊട്ടാറ്റോ, കോക്കനട്ട്, സ്പ്രൗട്ടും വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് വേണ്ടത്. അത് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രൗട്ട് വേണം, തേങ്ങാപ്പാൽ, ഇളനീരാണ് കുറച്ച്, പിന്നെ കാഷ്നട്ട്, മുന്തിരി, പഴം, പനങ്കൽക്കണ്ടാണ് വേണ്ടത്, പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം നമുക്ക് ചട്ടി ചൂടായി നമുക്ക് നെയ്യിടാം. നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അതിരക്കിഴങ്ങ് നെയ്യിൽ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നെയ്യ് ഒഴിച്ച് നന്നായി വടി വന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പനങ്കൽക്കണ്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമൽ ചെയ്ത് തന്നെ നമുക്ക് പഴം അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഇട്ട് പഴം നമുക്ക് ഇത് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇളനീരിൻ്റെ പീസ് കുറച്ചിട്ട് കൊടുക്കാം. ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം.
അടുത്ത് കോക്കനട്ട് സ്പ്രൗട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ബദാം അരച്ച് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ടേസ്റ്റ് ചെയ്യണ്ട ആയിട്ടുണ്ട്. അത് മധുരക്കിഴങ്ങ് കുറച്ച് ബാക്കിയുള്ള ഞാൻ മാറ്റി വെച്ചത്. ഇതിൽ നമുക്ക് പാകത്തിന് ഏലക്കായ ഇട്ട് കൊടുക്കാം. സ്വീറ്റ് പൊട്ടാറ്റോ കോക്കനട്ട് സ്പ്രൗട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. പായസത്തിലേക്ക് ഇനി കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്ത് കോരിയിടാം. കോക്കനട്ട് സ്പ്രൗട്ട് അതായത് പൊങ്ങും സ്വീറ്റ് പൊട്ടറ്റോയും കൂടിയുള്ള പായസം. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോക്കനട്ട് സ്പ്രൗട്ട് എന്നുള്ളൊരു എലിമെന്റ് പുതിയതാണ് ചേച്ചി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബീൻ സ്പ്രൗട്ട്സ് എന്നൊക്കെ അല്ല ബീൻസ് കോക്കനട്ട് സ്പ്രൗട്ട് അതായത് പൊങ്ങ് ഈ പൊങ്ങ് പറഞ്ഞല്ലോ മറ്റേ ഇങ്ങനെ തേങ്ങ മുള പൊട്ടി വരുന്ന സമയത്ത്. പക്ഷേ നമ്മുടെ ഈ ഇതുവരെ ഉണ്ടാക്കിയ പായസത്തിലൊന്നും അതില്ലായിരുന്നു അല്ലേ? ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ഒരു പായസത്തിൽ അതുണ്ട്. ടേസ്റ്റ് ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാലോ. ഓക്കെ, അതെല്ലാം ഫിനിഷ് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ആറാമത്തെ റൗണ്ട് 6th ഗ്രൂപ്പാണ് പ്രിലിമിനറി റൗണ്ട്സിന്റെ. ലാസ്റ്റ് ഗ്രൂപ്പിന്റെ മത്സരം ഏതാണ്ട് കഴിഞ്ഞു. ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് സെമി ഫൈനൽസിലോട്ടാണ്. ഇനി അങ്ങോട്ട് സെമി ഫൈനൽസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 6ാമത്തെ ഗ്രൂപ്പിൻ്റെ ഫിനാലെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇന്ന് ഇപ്പോൾ അറിയാം ഇതിൽ 3 പേര്. അപ്പോൾ ടേസ്റ്റിംഗ് ഒക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അവരുടെ വളരെ രസകരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചു പായസം മേക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിളിക്കാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ഈ സൈഡിൽ നിന്ന് വിളിക്കാം. ഓക്കെ, ജാസ്മിൻ. അങ്ങനെ ജാസ്മിൻ അതിമനോഹരമായി ഒരു പായസം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് എന്താണ് പറയുക, ഹോഴ്സ് പവർ. ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാം, ഉഷാറാക്കി. നമ്മൾ നല്ല കുതിരയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണമാണല്ലോ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട്, മഷ്റൂമും ഉണ്ട്. മഷ്റൂം സംതിങ് ന്യൂ ആണ് അല്ലേ? മഷ്റൂം നമ്മൾ വേറെ കണ്ടില്ല തോന്നുന്നു. അല്ല, ഒരു പായസം ഉണ്ടായിരുന്നില്ലേ ഷോർട്ട് ചെയ്തിട്ടൊരു അതിലും ഷോർട്ട് ചെയ്തിട്ട് തന്നെയാണ് മഷ്റൂം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പവർ വരില്ല സർ? ഹോഴ്സ് പവർ വരും. ഹോഴ്സ് പവർ ഈ ഒരു സ്പൂൺ കൊണ്ട് വരില്ല. നമ്മളിനി കൂടെ യു ഹാവ് ഇറ്റ്. അതിനെല്ലാം ഉണ്ടാക്കി. അതെ അതെ, എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സെഹ്റ. ജാസ്മിൻ കോഴിക്കോട് നിന്നായിരുന്നു. ഇത് എന്താ പറയുക, സെഹ്റ ഈസ് ഫ്രം ആലപ്പുഴ എന്നുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു മനോഹരമായ പായസം. ഓക്കെ, ഇത് ആവക്കാഡോ കോളിഫ്ലവർ. ആ കളർ കിട്ടിയിട്ടുണ്ട്. അതിനാണ് കോളിഫ്ലവർ ഇട്ടിരിക്കുന്നത് അല്ലേ? നീലാമൃതം എന്ന് കൊടുത്ത്. നീലാമൃതം
അതെന്ന് വെച്ചാൽ കളർ വെച്ചിട്ട് പിന്നെ ആശാളി ആ ഒരു ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റുള്ള സാധനം തണുക്കാനൊക്കെ ബോഡി കൂളിംഗ്. യെസ്. എന്തൊക്കെ വന്നു? കോളിഫ്ലവർ, അവക്കാഡോ, കരിക്ക്, ആശാളി, നമ്മുടെ ചെറുപരിപ്പ്. പക്ഷെ കൊള്ളാം അല്ലേ? ആ കോളിഫ്ലവർ അങ്ങനെ കറി അങ്ങനെ ഒരുപാട് കറി പിടിച്ചിട്ടില്ല, നല്ലൊരു കൊള്ളാം, സ്വീറ്റ് പോലെ ഇരിക്കുന്നു. അതൊന്ന് ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്, അതായത് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഇങ്ങനെ കിട്ടുന്നുണ്ട്, മുന്നിൽ നിൽക്കുന്നില്ല. മധുരവും കറക്റ്റ് ആണ്. താങ്ക് യു. താങ്ക് യു. താഹിറ. സ്വീറ്റ് പൊട്ടറ്റോവും വേറെ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് പായസത്തിൽ വരുമ്പോൾ എങ്ങനെയാണോ നോക്കട്ടെ. കൊള്ളാട്ടോ. താങ്ക് യു. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് നല്ല സ്മൂത്ത് ആയിരിക്കും. താങ്ക് യു. ഒരു പുഡിംഗ് ഒക്കെ കഴിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒരു ഓക്കെ, ആദ്യം ഉണ്ടാക്കിയിട്ട് ഇരുന്നല്ലോ കുറച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാവുന്നു. എനിവേ, താങ്ക് യു. താങ്ക് യു. മെർലിൻ. യെസ്, പാല. കളിയൊടക്ക മിക്സ്ഡ് ഫ്രൂട്ട് പായസം. മിക്സ്ഡ് ഫ്രൂട്ട് പായസം പക്ഷെ കട്ടിയുണ്ട് കേട്ടോ, തിക്കായി പോയി. അതാണ് ഫ്രൂട്ട്സും എല്ലാം കൂടി വന്നിട്ടേ. ചെറുപരിപ്പും ഉണ്ട് തോന്നുന്നു അല്ലേ? ചെറുപരിപ്പുണ്ട്. കളിയോടൊക്കെ കൂടി എടുക്കട്ടെ. ഒന്ന് കുറച്ചൊന്ന് ചെറുതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പാകം. കുറച്ച് ടൈം എടുക്കും പറയാൻ. കളിയോടൊക്കെ കഴിച്ചു. ആ വിത്തൗട്ട് കളിയടക്ക ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാര്യം അത് എനിക്ക് ഇത്ര നേരം കളിയടക്കയുടെ ടേസ്റ്റാണ് കയറി വരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപരിപ്പും പിന്നെന്തായിരുന്നു? മാംഗോ, ഡേറ്റ്സ്, ബനാന, കറുത്ത മുന്തിരി. വേറെ എന്തെങ്കിലും മില്ലറ്റ് പോലത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ചെറുപരിപ്പ് വറുത്ത്. ഒരു നമ്മുടെ ഈ ഗോതമ്പ് പായസം കഴിക്കുന്നതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ നോക്കുമായിരുന്നു. ഓക്കെ, കുറച്ച് തിക്കാണ്, കൊള്ളാം, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഐഷ നസീറ. ഹോം ബേക്കർ ആണോ? ക്ലൗഡ് കിച്ചൺ. ഇവരെല്ലാവരും സ്മാർട്ട് യങ് ലേഡീസ് ആണ്. ബിരിയാണിയാണോ കൂടുതലും? ബിരിയാണിയാണ്, ബക്കറ്റ് ബിരിയാണിയാണ്. ബക്കറ്റ് ബിരിയാണി. വാവ്. ഇഷ്ടംപോലെ ഓർഡേഴ്സ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. പിന്നെ പുഡിങ്സും ഉണ്ടാക്കും സാധ്യതയുണ്ടല്ലോ. എല്ലാം ഉണ്ടാക്കും, എല്ലാം ഉണ്ട്. സ്നാക്സ് കസ്റ്റമർ എന്താ പറയുന്നത് അതെല്ലാം ഉണ്ടാക്കും. എത്ര നാളായി ക്ലൗഡ് കിച്ചൺ? ഇതിപ്പോൾ ഞാനൊരു ബിരിയാണി കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഫൈനൽ വന്ന 15 പേരിൽ നിന്ന് ഒരു 9 പേര് ചേർന്ന് ഒരു ക്ലൗഡ് കിച്ചൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോരോ ജില്ലയിൽ കോഴിക്കോട് 5 പേര്, കോഴിക്കോട് 4 പേര്, കണ്ണൂർ 5 പേര്. അപ്പോൾ ഇവരെങ്ങനെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾ? അത് ഇപ്പോൾ അവരവർക്ക് കിട്ടുന്ന ഓർഡർ അവരവരെടുക്കാം. പേര് ഒരു ദം സ്റ്റാർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ദം സ്റ്റാർ. ഓക്കെ. അതായത് എല്ലാവരും ഒരു കുടക്കീഴിൽ
വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യും. കോമൺ ഇൻട്രസ്റ്റ്. ഓ, ആ ഒരു സൗഹൃദം നിങ്ങൾ ഒരു business കോൺസെപ്റ്റ് അല്ലേ? അതെ, സത്യം ഭയങ്കര എന്റർപ്രൈസിംഗ് ആണ്. ഫ്രണ്ട്സ് ആണോ ഈ 5 പേരും? 9 പേര്. 9 പേര്. വെരി ഗുഡ്. വലിയൊരു പാർട്ണർഷിപ്പിന്റെ ഒരു അതെ അതെ, മുതലാളിയാ നിൽക്കുന്നത്. യെസ്. ഇത് നമ്മളുടെ പഞ്ചാമൃത പായസം. പഞ്ചാമൃതം. യെസ്. അലോവേര കിട്ടി. അലോവേരയുടെ ടേസ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. നെല്ലിക്കയും അലോവേര കുറച്ച്. പരിപ്പ് ആണോ ചെറുത്? ചെറുപരിപ്പ്. ചെറുപയർ പരിപ്പും പംകിനും. ചെറുപരിപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുപരിപ്പിന്റെ അലോവേര ലാസ്റ്റിൽ അത് വരുന്നുണ്ട്, ഫ്രഷ്നെസ് ഒരു ആഫ്റ്റർ ടേസ്റ്റ് പോലെ ചെറുതായിട്ട് അതൊരു ഫീൽ ചെയ്യും. പക്ഷെ ചെറുപരിപ്പ് പായസത്തിന്റെ ഒരു ടെക്സ്ചറും ഇതൊക്കെയാണ് വരുന്നത്. പക്ഷെ തിക്കാണ്. ഒരു മോസ്റ്റ് ഓഫ് ദ പായസം നമ്മൾ നോക്കുമ്പോൾ അല്ലേ കുറച്ച് തിക്നെസ് കൂടുതലാണ്. അത് ചൂടാറിക്കഴിഞ്ഞോളം നല്ലോണം തിക്ക് ഇങ്ങനെ കൂടിക്കൊണ്ട് വരില്ല. ആദ്യം ഇത്ര തിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും ചെറുപരിപ്പ് ബേസ് ആയിട്ട് അത് പിന്നെ തണുത്തുകൊണ്ട് വരുമ്പോ അത് ശരിയാണ്. പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അത് മനസ്സിൽ കാണണം. കുറച്ചൊന്ന് തണുക്കുമ്പോൾ എന്തായാലും തിക്കാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം തുടക്കത്തിൽ. അപ്പോൾ കറക്റ്റ് ആയിട്ടിരിക്കും. കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ഇസ് നൈസ്. ഗുഡ് എഫേർട്ട്, നൈസ് ടേസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മനോൻ മണി അല്ലേ? മനോൻ മണി ഫ്രം ട്രിവാൻഡ്രം. ഇത് നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു പായസമാണ്. രസപ്പായസം, തണ്ണീർ രസപ്പായസം. ഇത് മറ്റേ തണ്ണീർ, നന്നാരിയുടെ നന്നാരിയാണ് ഷുഗറിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. അത്തിപ്പഴം, അതിൻ്റെ സ്വീറ്റ്നെസ്സും. ഇത് പക്ഷേ കുറച്ച് ഇപ്പം നമ്മൾ മറ്റവരോട് പറഞ്ഞത് കുറച്ച് കട്ടി കൂടുതലാണ്. ഇത് കുറച്ച് ലൂസാണ്. അത് ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഇത് കുറച്ചുകൂടെ ഒരു കൊഴുപ്പാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നന്നാറിയുടെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഗുഡ്. പിന്നെ തെനയായിരുന്നു തോന്നുന്നു അല്ലേ? ചിയാ സീഡ്. അപ്പോൾ ആ തെനയും ചിയാ സീഡ് വരുമ്പോൾ തിക്നെസ് കിട്ടണ്ടാണല്ലോ. പക്ഷെ അത് ക്വാണ്ടിറ്റി കുറച്ച് ചേർത്ത് 2 ടേബിൾ സ്പൂൺ. ചവ്വരി ഒഴിവാക്കിയിട്ട് പക്ഷേ കുറച്ചുകൂടെ അതാവായിരുന്നു എനിക്ക് തോന്നുന്നു. ഫ്ലേവറൊക്കെ ഉണ്ടാകും. നന്നാറി ഫ്ലേവറാണ് വരുന്നത്. തെന ഇസ് ദർ, ബട്ട് എന്താ പറയുക, ചിയാ സീഡ് ക്വാണ്ടിറ്റി കുറച്ചുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് കൊഴുപ്പുണ്ടായിരുന്നു. കുറച്ചുകൂടെ തിക്നെസ്. നമ്മുടെ ടൂ തിക്കുമല്ല ടൂ തിന്നുമല്ല, നമുക്കൊരു പായസ കൺസിസ്റ്റൻസി എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്. ഓക്കെ, എനിവേ ഇറ്റ്സ് ഗുഡ്. നല്ല അറ്റംപ്റ്റ്. താങ്ക് യു സോ മച്ച്. നൈസ്. ചേച്ചി, ഓരോ റൗണ്ട് കൂടുമ്പോഴും ഒരു മാർക്കിംഗ് എലിമെന്റ് ടെൻഷൻ കൂടിക്കൊണ്ടുവരും. ചാലഞ്ച് നമുക്ക്, നിങ്ങൾക്കല്ല ചാലഞ്ച്. എന്തായാലും അവർ 3 പേര് ഒരു ടേബിളിലേക്ക് ഒതുങ്ങി നിൽക്കുവാണ്. അവരുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഞങ്ങളുടെ ടേസ്റ്റിംഗ് റൗണ്ട് കഴിഞ്ഞു, ഞങ്ങളുടെ ഡിസ്കഷനും കഴിഞ്ഞു. ആൻഡ് ഫൈനൽസ്, അതായത് ഇതിൽ ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതെന്നുള്ളൊരു തീരുമാനത്തിലും എത്തിക്കഴിഞ്ഞു. എല്ലാവരും വെയിറ്റിംഗ് അല്ലേ അറിയാനായിട്ട്? ആകാംക്ഷ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് സെമി ഫൈനൽസിലോട്ട് പോകുന്ന ആൾക്കാര് 3 പേര്. ജാസ്മിൻ, സഹറ ആൻഡ് താഹിറ. എങ്ങനെയാണെന്നറിയില്ല, 3 ഒരു സൈഡിൽ നിന്നായി. അത്ര പറയാൻ പറ്റുള്ളൂ. ഈ 3 പേരാണ് ഇന്നത്തെ ദിവസം അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. That doesn't mean നിങ്ങൾ മോശമായിരുന്നു എന്നല്ല, നിങ്ങളും എല്ലാം എക്സലന്റ്. എല്ലാം ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പിന്നെ നിങ്ങളുടെ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ 6 പേരുടെയും വ്യത്യസ്തമായ വളരെ രുചികരമായ വെറൈറ്റി പായസംസ്, അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണുമായിരുന്നു. അവരെടുത്ത എഫേർട്ട് നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ചെറിയ കാര്യമല്ല അത്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു, നല്ല രീതിയിൽ അവർ തിങ്ക് ചെയ്തു. ഒരുപാട് മെൻ്റൽ വർക്കും ഇതിനകത്തുണ്ടല്ലോ.
എങ്ങനെ ഉണ്ടാക്കണം ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ പായസം എല്ലാം തന്നെ ഇതിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ ഓണത്തിന് ഇവരുടെ ആരുടെ പായസം വേണമെങ്കിലും നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ സ്വാദ് ശരിക്കും ആസ്വദിക്കുകയും ചെയ്യാം. അതൊരു വലിയ സന്തോഷം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്, വലിയ സമ്മാനം വരുന്നുണ്ട് എല്ലാവരുടെയും. ഇത് കൂടാണ്ട് ഈസ്റ്റേൺ മധുരം ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് പായസം മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് അവർ ഇറക്കിയിട്ടുണ്ട് മാർക്കറ്റിൽ. അതിൽ ഗോതമ്പ് പായസം, പിന്നെന്താ പറയുക, പരിപ്പ് പായസം, പാലട, എല്ലാം ഒരു 20 minutes 30 minutes മാത്രമേ ആവുള്ളൂ. പാലൊഴിച്ചാൽ മതി, തിളപ്പിച്ചാൽ മതി, ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. അതായത് ഈസ്റ്റേൺ മധുരമുണ്ടെങ്കിൽ ഓണസദ്യ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഓണസദ്യയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുക. ഓരോരുത്തരായിട്ട് വരും. അപ്പോൾ ഈസ്റ്റേൺ മധുരം പായസറാണി മത്സരം തീരുന്നില്ല. ഇത് 6ാമത്തെ ദിവസം. ഇനിയും 4 ദിവസങ്ങൾ ബാക്കിയുണ്ട് ഫൈനൽ ആരാണ് ഈ പായസറാണി എന്നറിയുന്നതിന്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ കാഴ്ചകൾക്കായി അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അതുവരെ ബൈ. Gift sponsored by UTNSL, Slice, Stir and Serve, The Kerala Handlooms, Balarampapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy, The Kerala Handlooms, Balarampapuram, Trivandrum.